ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങളുടെ വീടൊന്ന് റിനോവേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പെയിൻ്റ് അടിക്കണം, അതുപോലെ തന്നെ വുഡിൻ്റെ ഡോർസും ഒക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഓട്ടോയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു പെയിൻറ്റിൻ്റെ ഷോപ്പിലെത്തി. അവിടുന്ന് ഞങ്ങൾ സാൻഡ് പേപ്പറും ഫെവിക്കോളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വൈറ്റ് എമൽഷനായിരുന്നു. അതിനുശേഷം ഫ്ലോർ ഷീറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ വേറൊരു കടയിൽ പോയി അവിടെ നിന്ന് ഒരു ഫ്ലോർ ഷീറ്റ് വാങ്ങിച്ച് നേരെ തിരിച്ചു വന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ഇവിടെ വോൾസിലൊക്കെ ചെറിയ ചെറിയ ഹോൾസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് പുട്ടി വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ പുട്ടിയൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നല്ല രീതിയിൽ തന്നെ പുട്ടി അടിക്കാനുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഹോൾസൊക്കെ നന്നായിട്ട് കവറാവണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ പുട്ടിയൊക്കെ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഉണങ്ങിയതിന് ശേഷമാണ് പിന്നെ ഞങ്ങളിവിടെ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെയിൻറ്റിൻ്റെ ബോക്സ് ഞങ്ങൾ അൺബോക്സ് ചെയ്തു. അപ്പോൾ അത് നല്ല വൈറ്റ് കളറ് പെയിൻ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റൂമിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നല്ല ബ്രൈറ്റനിങ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വൈറ്റ് കളർ എടുത്തത്. അങ്ങനെ ഞങ്ങളുടെ പെയിൻ്റ് അടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു സൈഡിൽ നിന്നാണ് ഞങ്ങൾ അടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എക്സ്പേർട്സ് ഒന്നും അല്ല, ഞങ്ങൾക്ക് ജസ്റ്റ് എന്താ പറയുക, നമ്മൾ പെയിൻ്റ് അടിക്കുന്നു മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്സും ഒക്കെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങളിങ്ങനെയാണ് അടിച്ചടിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് വുഡിൻ്റെ കളർ പെയിൻ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഡോറുകളും അതുപോലെ തന്നെ ഷെൽഫുകളും ഒക്കെ വുഡിൻ്റെതാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് ജസ്റ്റ് വുഡിൻ്റെ പെയിൻറ്റ് വാങ്ങിയിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടേത് പണ്ടത്തെ വീടായത് കാരണം സീലിംഗ് ഒക്കെ നമ്മൾ പാക്ക് എന്ന് പറയില്ല, വുഡിനെ കൊണ്ട് ചെയ്തതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ വുഡിൻ്റെ എന്താ പറയുക, വുഡിൻ്റെ പെയിൻറ്റിലേക്ക് ബ്ലാക്ക് കളർ പെയിൻറ്റും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് ചെറുതായിട്ടൊന്ന് ഡാർക്കൻ ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു സീലിംഗ്. അപ്പം എല്ലാം ഷെൽഫും അതുപോലെ തന്നെ സീലിങ്ങും ഒക്കെ ഒരേ കളറായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ബ്ലാക്കും കൂടി വാങ്ങി മിക്സ് ചെയ്തിട്ടാണ് സീലിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഷെൽഫിന് പക്ഷേ ഞങ്ങൾ ജസ്റ്റ് ആ വുഡിൻ്റെത് അതുപോലെ തന്നെ അപ്ലൈ ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. ഇതാണ് എമൽഷൻ അപ്ലൈ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ലുക്ക് എന്ന് പറയുന്നത്. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഷെൽഫിനും ഒരു പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സീലിംഗ് ഒക്കെ അടിക്കാനുണ്ട്, ഡോർ അടിക്കാനുണ്ട്. ഇവിടെയൊക്കെ ഞങ്ങൾ പുട്ടി അപ്ലൈ ചെയ്തായിരുന്നു. അപ്പോൾ അതൊന്ന് നമ്മൾ സ്മൂത്ത് ആക്കണമല്ലോ സർഫസ്, അതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ അങ്ങനെ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ സാൻഡ് പേപ്പർ വെച്ചിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സാൻഡ് പേപ്പറിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത് ഈ മെഷീൻ വെച്ചിട്ട് തന്നെ സ്മൂത്തനിങ് ചെയ്യുമ്പോഴാണ് കേട്ടോ. ഭയങ്കര പൊടിയായിരുന്നു ഇത് വെച്ച് ചെയ്യുമ്പം. എന്നാലും എന്താ പറയുക, കുറച്ചും കൂടി ഒരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ മെഷീൻ വെച്ച് ചെയ്തപ്പോഴായിരുന്നു. അപ്പോൾ ഇതാണ് ഔട്ട് സൈഡ്. അപ്പോൾ ഇവിടെയൊക്കെ പെയിൻറ്റ് ചെയ്തു. ഇവിടെ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇപ്പോൾ താഴെ ജസ്റ്റ് ഞങ്ങൾ വേറെ കളർ അടിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച കളർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വിൻഡോയ്ക്ക് ബ്ലാക്ക് ആയിരുന്നു പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പ്രാവശ്യം ഒരു ബ്ലാക്ക് വാങ്ങിച്ച് ഞങ്ങൾ അവിടെ വിൻഡോ ഒന്നും കൂടി റീപെയിൻറ്റ് ചെയ്യുകയാണ്. ബ്രഷ് ഞങ്ങളിവിടെ അവൈലബിൾ ആയിട്ടുള്ളൊരു ബ്രഷ് വെച്ച് ചെയ്തതാണ്. കുറച്ചും കൂടിയും തിക്കായിട്ടുള്ള ബ്രഷ് വേണമായിരുന്നു, പക്ഷെ ഞങ്ങളത് ചെയ്തില്ല. കയ്യിലുള്ളത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ എന്താ പറയുക, കൊലായി ഞങ്ങളിവിടെ ഒന്ന് അടിച്ചൊക്കെ വാരി
അതുപോലെ തന്നെ ക്ലീൻ ആക്കിയതിന് ശേഷം ഞങ്ങൾ വെള്ളം ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പെയിൻ്റ് അടിക്കുമ്പോൾ ഞങ്ങൾ പേപ്പറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പില്ലർ വുഡിൻ്റെതാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിനും വുഡിൻ്റെ ആ ഒരു പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഫ്ലോർ ഒന്ന് ക്ലീൻ ആക്കിയ ശേഷം ഞങ്ങൾ ഇതൊന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പേപ്പറൊന്നും വെക്കാത്തത് കൊണ്ട് തന്നെ പെയിൻറ്റ് അതേപാട് നിലത്ത് ഇങ്ങനെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെയിൻറ്റ് ജസ്റ്റ് കൂട്ടി ഞങ്ങൾ ഈ ഫ്ലോർ ക്ലീൻ ആക്കിക്കൊണ്ടിരുന്നപ്പം എന്താ പറയുക, നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. നല്ല വൃത്തിയായിട്ട് പൊടിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം ഞങ്ങളൊരു മോപ്പ് എടുത്ത് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തു. ഈ ക്ലീൻ ചെയ്തപ്പം പക്ഷേ കാവിയാണല്ലോ, അപ്പോൾ കാവി നന്നായിട്ട് നമുക്ക് നല്ല ബ്രൈറ്റനായിട്ട് തോന്നും. പക്ഷേ എന്താ പറയുക, ഈ വെള്ളം അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാവി അത്ര ഒരു ഇതായിട്ട് കളർ നന്നായിട്ട് കാണില്ല. അപ്പോൾ പോളിഷ് ചെയ്യേണ്ട ഒരു ലുക്കാണ് വരുന്നത്. അതിന് ശേഷം ഞങ്ങൾ സ്റ്റെപ്പും ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്ലോർ ഷീറ്റ്. അവിടെ 2 ടൈപ്പ് ഫ്ലോർ ഷീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഞാൻ നേരത്തെ നിങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ, അങ്ങനത്തെ ഒരു കളറും പിന്നെ ഇതുമാണ് ഉണ്ടായിരുന്നത്. അപ്പം കുറച്ചും കൂടി ഒരു രസമായിട്ട് തോന്നിയത് ഈ ഗ്രേ കളറായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഫിക്സ് ആക്കിയത്. അതിന് ശേഷം ഇപ്പം അനിയത്തി അവിടെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. എളുപ്പം കഴിഞ്ഞായിരുന്നു. ഇത് അത്ര എന്താ പറയുക, വലിയൊരു പണിയുള്ളൊരു കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ ഫ്ലോർ ഷീറ്റ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേര് ഉണ്ടായിരുന്നത് കൊണ്ട് വേഗം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെവിക്കോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി, അപ്പോൾ തന്നെ കറക്റ്റ് കിട്ടിക്കോളും. ഈ പില്ലർ വന്നിട്ട് അയണ്ടതാണ്. അപ്പം അതിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾക്ക് ഈ ഷീറ്റൊന്ന് കട്ട് ചെയ്തിട്ട് വേണ്ടിയിരുന്നു അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതും കട്ട് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഫെവിക്കോൾ വെച്ച് തന്നെ വീണ്ടും ആ സൈഡിൽ കൂടെയൊക്കെ നന്നായിട്ട് ഫെവിക്കോളൊക്കെ തേച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഫ്ലോർ ഷീറ്റിൻ്റെ ഒക്കെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നന്നായിട്ട് തന്നെ ഫെവിക്കോളൊക്കെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്ന് നോക്കിയപ്പം പെയിൻ്റൊക്കെ ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഉണ്ടാക്കി വെച്ച കുറച്ച് വോൾ ഡെക്കേഴ്സ് ഉണ്ട്, അപ്പം അതൊക്കെ ഒന്ന് ഹാങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് ഞങ്ങളുടെ വോൾ ഡെക്കേഴ്സ് എന്ന് പറയുന്നത്. ഈ ഡ്രീം ക്യാച്ചർ ഞാൻ ഉണ്ടാക്കിയതാണ്, ബാക്കിയൊക്കെ അനിയത്തി ചെയ്ത വർക്കുകളാണ് കേട്ടോ. പിന്നെ അപ്സ്റ്റെയറിലൊന്ന് പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം അവിടെ ബ്ലൂ കളറായിരുന്നു പെയിൻറ്റ്, ഞങ്ങൾക്ക് ഫുള്ള് ബ്ലൂ ആയിരുന്നു പണ്ട്. അപ്പോൾ ഞങ്ങളത് പിന്നെ വൈറ്റ് ആക്കിയതാണ് താഴേക്ക്. ആ സമയത്ത് ഞങ്ങൾ മേലെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്സ്റ്റെയറിൽ. ഇപ്പം വിചാരിച്ചു അപ്സ്റ്റെയറിലും കൂടി നമുക്ക് വെള്ളയാക്കാമെന്ന് വേണ്ടിയിട്ട്. അപ്പം അതും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് ഫൈനൽ ലുക്ക്. ഡോറുകൾക്കും അതുപോലെ തന്നെ പില്ലേഴ്സിനും ഒക്കെ വുഡിൻ്റെതും അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഇപ്പോഴത്തെ കോലം. അപ്പോൾ
അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.